എനിക്ക് പ്രഭാസിനോട് വെറുപ്പാണ്, ദേഷ്യമാണ്, വൈരാഗ്യമാണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒന്നും ഇത്രയും വലിയൊരു സ്റ്റാറായി മാറാനൊന്നും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ നമ്പർ 1 ഈ സിനിമയുടെ ഒരു പാട്ടിൽ തന്നെ പുള്ളി സ്വന്തമായിട്ട് വിളിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ പാൻ ഇന്ത്യൻ നമ്പർ 1 ആയിട്ട് വളർന്നൊരു സ്റ്റാർ അയാൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ, അതിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ നമ്പർ 1 സൂപ്പർ സ്റ്റാറിൻ്റെ ഉത്തരവാദിത്തരാഹിത്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ കയ്യെ കിട്ടിയിട്ടും ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന ആളോട് നമുക്ക് എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക? ഡാർലിംഗ്, ഐ ഹേറ്റ് യു. ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഈ സിനിമയിൽ നമ്മുടെ നായകനൊരു അമ്മുമ്മയുണ്ട്, നായകനുണ്ട്, കുറേ നായികമാർ തെക്കും വടക്കും ഒക്കെ പാർട്ടി വേറിട്ട് നടക്കുന്നുണ്ട്, ഒരു വില്ലനുണ്ട്, പ്രേതമുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അമ്മുമ്മക്ക് ഓർമ്മയില്ല, നായകന് വിവരമില്ല, നായികമാർക്ക് ബോധമില്ല, തിരക്കഥയ്ക്ക് ലക്ഷ്യമില്ല, ബോറടിക്കാണെങ്കിൽ ഒരു കുറവുമില്ല, VFX ആണെങ്കിൽ ഒരു ഗുണവുമില്ല, പാട്ടുകളാണെങ്കിൽ ഒരു രക്ഷയുമില്ല. ആകെ മൊത്തത്തിൽ നമ്മുടെ പൈസക്ക് ഒരു വിലയില്ല എന്ന് പറയുമ്പോൾ അവസാനത്തെ ക്ലൈമാക്സിനോട് ചേർന്നിട്ടുള്ള ഒരു 10-20 മിനിറ്റോളം സമയമുണ്ട്. ആ സമയത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ള അതിൻ്റെ കൺസെപ്റ്റ് പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോലും അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ നമ്മൾ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് അമർന്ന് ഞെരിഞ്ഞ് ഇരുന്ന് സിനിമ അമ്മാതിരി ലെങ്ത്ത് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു. കണ്ട് മടുത്ത കാര്യങ്ങളൊക്കെ വീണ്ടും സ്ക്രീനിൽ കാണിച്ചിട്ട് എന്നെ സംബന്ധിച്ച് രാജാ സാബ് എന്ന് പറയുന്നത് ഒരു ദ്രോഹ സാബായിരുന്നു. പക്ഷേ എല്ലാവർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കുമോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം. ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അത് സിനിമയെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു നോക്കൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് പടം തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ ആദ്യത്തെ നായിക, അത് കഴിഞ്ഞ് നമ്മുടെ മാളവിക മോഹനൻ വരും. അപ്പം ഞാൻ സ്കിപ്പടിച്ചേനെ പടം. അങ്ങനെ അവിടം വരെ എത്തിയപ്പോൾ തന്നെ വലിച്ചിട്ട് ഫീൽ ചെയ്തായിരുന്നു. അൾഷിമേഴ്സുള്ള ഒരു അമ്മുമ്മയും അവരുടെ കൊച്ചുമോനാണ് പ്രഭാസ്. അമ്മുമ്മക്ക് അവർ പണ്ടൊരു രാജ്ഞിയായിരുന്നു എന്നൊക്കെ പറയുന്ന കുറേ തള്ളുകളുണ്ട്. അപ്പൂപ്പൻ പണ്ട് നാട് വിട്ടു പോയതാണ്, തിരിച്ചു വരുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും മറന്നു. അപ്പൂപ്പൻ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഒഴിച്ച് സകലതും മറന്നിട്ട് തെക്കും വടക്കും നടക്കുന്നൊരു അമ്മുമ്മയുടെ അൾഷിമേഴ്സിനെ കുറിച്ച് പറഞ്ഞ് തമാശയടിച്ച് ചിരിച്ച് ജോളിയായിട്ട് നടക്കുന്ന 20 ലക്ഷം രൂപ ഇങ്ങോട്ട് കടം തന്നിട്ടുള്ള ആളുടെ മോളെ വീട്ടിൽ അമ്മുമ്മേനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടൊക്കെ പോകുന്ന, അവളോട് പ്രേമം അഭിനയിക്കുന്ന, കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഇഷ്ടം തോന്നുന്ന, അപ്പൂപ്പനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കൊച്ചുമോൻ. അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടീനെ അവൻ കാണുന്ന സമയത്ത് അവളുടെ പുറകിൽ ചിറക് മുളയ്ക്കുന്നതായിട്ട് അവൻ ഇമാജിൻ ചെയ്യും. ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ ആ ചിറക് അവൾക്ക് മുളച്ച് കഴിയുമ്പോൾ ഇവന് ചിറക് മുളയ്ക്കാത്തതുകൊണ്ട് ഇവൻ മുണ്ട് രണ്ട് സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടിയിട്ടൊരു വരവുണ്ട്. എൻ്റെ പ്രഭാസേ. പിന്നെ ഇടക്കിടക്ക് നായകൻ ഒരു പാട്ട് വെക്കും, നേരെ വിദേശത്ത് പോകും, നായകനും കൂടി പാട്ടും പരിപാടിയൊക്കെയാണ്. നമ്മുടെ നായികമാർ അവർ ഈ കണ്ണിന് കുളിരേകാൻ വേണ്ടി സിനിമയിൽ അറ്റാച്ച് ചെയ്യുന്ന നായികമാർ കാറ്റഗറിയിൽ അതിൽ പെടുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. നായകന് പ്രലോഭനം ഉണ്ടാക്കുക, നായകനോട് എന്നെ നീ സ്വീകരിച്ചേ പറ്റൂ എന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അവർ 24 മണിക്കൂറും പാർട്ടി വെയറിൽ ഫുൾ മേക്കപ്പ് കോസ്റ്റ്യൂമിലാണുള്ളത്. അത് മാച്ചിങ് ഡ്രസ്സും പരിപാടിയും എന്ന് വെച്ചാൽ ഒരു പ്രേതഭവനത്തിലേക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ ചെന്ന് കയറിയേക്കാം, അവിടെയും ഫുൾ കോസ്റ്റ്യൂം. ഫസ്റ്റ് സീൻ മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഫസ്റ്റത്തെ പാട്ട് മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഗ്രീൻ സ്ക്രീൻ ഇട്ട് തകർത്ത് വെച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇറ്റ്സ് ഫൈൻ, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. പക്ഷേ ആ ലൊക്കേഷനിൽ പ്രഭാസിനെ കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം. പക്ഷേ ഒരു ബസ്സിൻ്റെ മുകളിലൊക്കെ പ്രഭാസ് നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ വെട്ടി ഒട്ടിച്ച പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ആ ബസ്സിൻ്റെ അകത്ത് പ്രഭാസ് കയറിയാൽ ബസ് ഇത്രയും പ്രഭാസ് ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്. ആത്മാവ്, ഭൂതം, പ്രേതം, പിശാച്, ഏറ്റവും ലാസ്റ്റ് വരുന്ന രൂപമൊക്കെ കണ്ടപ്പോൾ ഉടലെ നിറയെ കൈകളുള്ള ഭീകര സ്വത്തുമായി എന്ന് പറയുന്നതിന് കറക്റ്റ് യോജിച്ച ഒരു വില്ലൻ ഫിഗറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ VFX ഒക്കെ നമുക്ക് കറക്റ്റ് VFX ആണെന്ന് മനസ്സിലാവും. എന്നാലും ഒരു CGI സൈഡിൽ എഴുതി വെക്കും, നല്ല കാര്യമാണ്. CGIക്ക് പൈസ മുടക്കിയിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസറിനൊരു ആശ്വാസം കിട്ടുമല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇച്ചിരി സ്പോയിലറൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് രസമുള്ള പോലെയൊക്കെ സംസാരിച്ചിരിക്കാമെന്നൊക്കെയാണ്. പക്ഷെ അതിനുള്ളതൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ പ്രഭാസ് എന്താണ് പ്രഭാസ്, വാട്ട് ആർ യു ഡൂയിങ് മാൻ? നിങ്ങൾ കഷ്ടമുണ്ട്. എനിക്ക് സലാറൊക്കെ വർക്കായതാണ്. സലാറിൽ ആ ഫൈറ്റ് സീക്വൻസൊക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ച് കണ്ടു നോക്കും. നിങ്ങൾ അമ്മാതിരി ഒരു ഫിഗറാണ്. പക്ഷേ ഇമ്മാതിരി കോമാളി പരിപാടി, കോമാളി ചെയ്യുന്നതൊരു ജോലിയാണ്, അയാൾ രസിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്കതാവാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. അമ്മുമ്മയുടെ അവിടേക്ക് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? മോണോ ആക്റ്റാണ്. പ്രഭാസ് സ്റ്റേജിൽ കയറിയിട്ട് അമ്മുമ്മയും കൊച്ചുമോനും ഒരേ ആളായിട്ട് തന്നെ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ കാണിക്കുന്ന ആ മോണോ ആക്ട് ചെയ്ത് പരാജയപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് എന്തുവാടേ ഇത്? വൈ മാൻ? പ്രഭാസിനെയൊക്കെ പേഴ്സണലിയൊക്കെ കോൺടാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ.
ഇക്കട പരിപാടി നഹി പറ്റൂലത് എന്തോന്നത് ചെയ്യലല്ലോ. പിന്നെ നായികമാർ, ഈ പറയുന്ന ഈ സിനിമയിലുള്ള നായികമാരിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നതൊന്നും അല്ല. പക്ഷേ ഒരു മിനിമം ഒരു ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു സാധനമെങ്കിലും ഡെലിവർ ചെയ്യപ്പെടണ്ടേ, അതും ഇല്ല. നായികമാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഡയലോഗ്, ഇവൻ കാണുന്ന എല്ലാവരോടും പ്രേമോ അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഇവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ചിന്തിക്കുന്ന ഒരുത്തൻ, അങ്ങനെ ഒരുത്തനോട് ഞങ്ങളിൽ ഒരാളെ നീ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് നെഞ്ചും വിരിച്ചതെന്ന് പറയുന്ന നായികമാരെയൊക്കെ കാണുമ്പം എന്തുവാടെ ഇത്. സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രഭാസിൻ്റെ ക്യാരക്ടർ ഒരു പെൺകുട്ടീനെ ഒരുത്തൻ തട്ടുന്ന സമയത്ത് പെണ്ണിനെയും പൂവിനെയും നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പൂവൊക്കെ കൊടുക്കുന്ന ഡാർലിംഗ് പ്രഭാസാണ്. ആ പ്രഭാസാണ് പിന്നീട് പെണ്ണുങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും ഇത് ഈ സിനിമ മുഴുവൻ പ്രഭാസിൻ്റെ സ്ത്രീവിരുദ്ധ ക്യാരക്ടറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്മൂമ്മയുണ്ട്, പെണ്ണിനെ നമ്മൾ ആരാധിക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. എൻഡ് ഓഫ് ദി ഡേ സിനിമ സ്ത്രീകളെ ഡീൽ ചെയ്യുന്നത് വളരെ 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 മോശമായിട്ടാണ്. പിന്നെ സഞ്ജയ് ദത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിപ്പോയത് സമുദ്രക്കനിയാണ്. സമുദ്രക്കനിയുടെ മേക്കപ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. സ്കൂബി ഡു വേർ ആർ യു, ആ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? അതിനകത്തുള്ള ഡോഗില്ലേ, അതുപോലെ ആ മറ്റേ മീശയ്ക്ക് ഇങ്ങനെ വെച്ച് താടിയും കൂടി വെച്ച് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടേ എന്തൊരു കോലാണത്. എന്നാൽ മൂപ്പർക്കൊല്ലം ചെയ്യാനുണ്ടോ? അതുമില്ല, വടിയും കുത്തി പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ഈ മാളവികയുടെ ക്യാരക്ടറിൻ്റെ ഒരു കണക്ഷനൊക്കെ ഉണ്ട്. എൻ്റെ അമ്മേ, എന്തൊരു കണക്ഷൻ, എന്തൊരു വിയേർഡ് കോമ്പിനേഷൻ. ആൻഡ് വൈ ആണ് ഇവിടുത്തെ ചോദ്യം. വൈ ഓൾ ദിസ്? എന്തിനു ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഇവന് കാശിന് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിച്ച് തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. അവൻ്റെ അമ്മൂമ്മയുടെ കൈ നിറച്ച് കഴുത്ത് നിറച്ചെല്ലാം സ്വർണ്ണമാണ്. ഇവർ ദൂരമില്ല. കാടിൻ്റെ നടുക്ക് ഒരു ഡ്രാക്കുളക്കോട്ട പരിപാടിയുണ്ട്, അതിനകത്തേക്കാണ് ഇവരെല്ലാം ചെന്ന് കയറുന്നത്. അപ്പോൾ ഈ കാടിനെ കുറിച്ച് മലയാളം ഡബ്ഡാണ് ഞാൻ കണ്ടത്. വൻ കോമഡി ആയിരുന്നു. ഡബിൽ ഇവർ പറയുന്നത് ആനമുടി എന്നാണ്. ആനമുടി എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന വിഷ്വൽ ഏതാണ്ട് ആമസോൺ കാടിൻ്റെയാണ്. അമ്മാതിരി പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന ഒരു കാട്, അതിൻ്റെ ഒത്ത നടുക്കുള്ള ഒരു കോട്ട. ഈ കോട്ടയ്ക്കകത്ത് മറ്റേ ട്രാവൽ ബാഗ് ട്രോളി ഇല്ലേ, മറ്റേ വലിച്ചുകൊണ്ട് പോകുന്ന, ഈ ബാഗുമായിട്ട് ഒരു പെങ്കൊച്ചു വന്നേക്കാണ് ഇവനെ അന്വേഷിച്ചിട്ട്. അതും ഫുൾ പാർട്ടി വെയറിൽ മറ്റേ ഷോളൊക്കെ ഇട്ടിട്ട്, ലെഹങ്കയോ എന്താ ഇതിന് പറയാ, ആ ഡ്രസ്സും ഇട്ട് ട്രോളി ബാഗും വലിച്ചിട്ട് വന്നേക്കാം. എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ, നമുക്ക് കുറച്ച് കൂട്ടുകാർ, ഞാൻ സത്യമായിട്ടും ഈ തിയേറ്ററിലിരുന്ന് കൗണ്ടർ അടിക്കുന്നതിന് എതിരാണ്. പക്ഷേ എനിക്ക് അടിക്കാൻ തോന്നിപ്പോയി. എന്തോന്നൊക്കെയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ബോളിവുഡിലൊക്കെ ചില സമയത്ത് ഇങ്ങനത്തെ കുറച്ച് പ്രപഞ്ച പരാജയ സിനിമകൾ ഇറങ്ങും. അതിൽ ചിലതൊക്കെ കളക്ഷൻ നേടാറുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരെ കാണിച്ച് ചിരിപ്പിക്കാനൊക്കെ ഇത് ഓക്കെയാണ്. പക്ഷെ പ്രഭാസ് എന്തിനിത് ചെയ്യുന്നു? ആ സിനിമ ചെയ്യുന്ന അവർക്ക് അതൊക്കെയുള്ളൂ. ബോളിവുഡിനെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും എടുത്താൽ പൊങ്ങുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ നല്ല സിനിമകൾ അവിടെ ഇവിടെയും ചെയ്യുന്ന നടക്കുന്നുണ്ട്. ബാക്കി വൈ പ്രഭാസ്? ആദ്യം പറയേണ്ടതാണ്, വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് അവസാനം പറയുകയാണ്. സിനിമയുടെ തിരക്കഥയും സംവിധാനവും മാരുതി ആണ് നിർവഹിച്ചിട്ടുള്ളത്. പ്രഭാസ്, സഞ്ജയ് ദത്ത്, ബൊമ്മൻ ഇറാനി, മാളവിക മോഹനൻ, നിധി അഗർവാൾ, ഋദ്ധി കുമാർ തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സറീന വഹാബിൻ്റെ അമ്മൂമ്മ കഥാപാത്രം നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട്. അവരാണ് ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ തരക്കേടില്ലാതെ പെർഫോം ചെയ്തത്. പക്ഷേ ആ ക്യാരക്ടർ കോമഡി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. സിനിമാറ്റോഗ്രഫി കാർത്തിക് പളനിയാണ്. പുള്ളി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സിനിമയ്ക്ക് ഇതൊക്കെ പറ്റുള്ളൂ. എഡിറ്റഡ് ബൈ കോത്താഗിരി വെങ്കടേശ്വര റാവു. മ്യൂസിക് തമനോ സങ്കടം കേട്ടോ. അവസാനത്തെ എന്ന് വെച്ചാൽ 11 മണിക്ക് ഷോ തുടങ്ങി. 1:20 ഞാൻ നോക്കിയപ്പം ഒരു കൺസെപ്ച്വൽ ഒരു സാധനം വൈബ് എനിക്ക് ഫീൽ ചെയ്തു. അത് കാണാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വികാരം ഉണ്ടാകാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു. അവൻ്റെ കുണ്ടലിനി ഉണർന്നു കഴിയുമ്പോഴാണ് അവൻ്റെ ഈ ആക്രമണ പരിപാടികളൊക്കെ കാണുന്നത്. പിന്നെ അപ്പൂപ്പൻ്റെ ആക്രാന്തം, വേറെ അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എനിക്കിഷ്ടപ്പെടാത്ത സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ എനിക്കിഷ്ടപ്പെടാം. അങ്ങനെ മറിഞ്ഞൊക്കെ വരും, പേഴ്സണലാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. എങ്കിലും പ്രഭാസേ